1997 ഞാൻ എൻ്റെ ഫൈനൽ പ്രൊജക്ട് സീഡിറ്റ് ചിത്രാഞ്ജലിയിൽ വെച്ചിട്ടായിരുന്നു എൻ്റെ ലാസ്റ്റ് പ്രൊജക്ട് NID-യിൽ. അത് അവിടെ വെച്ച് ചെയ്തു. എനിക്ക് ചിത്രാഞ്ജലി സീഡിറ്റിൽ നിന്നൊരു ജോബ് ഓഫർ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഓർമ്മയുണ്ട്, എനിക്ക് P. ഗോവിന്ദപിള്ളയാണ് എനിക്ക് അതിൻ്റെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ തന്നത്. അവിടുത്തെ ഒരു പുതിയ മൾട്ടിമീഡിയ ഡിപ്പാർട്ട്മെൻറ്റ് സെറ്റപ്പ് ചെയ്യാനായിട്ടുള്ള ഉത്തരവാദിത്തമാണ് എനിക്ക് തന്നിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ NID-യിൽ തിരിച്ചു പോയി എൻ്റെ ഫൈനലൈ ചെയ്തപ്പോഴത്തേക്കും എന്തൊക്കെയോ ഇവിടെ പൊളിറ്റിക്കലായിട്ടോ നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ എന്തോ ചേഞ്ചുകളൊക്കെ വന്നപ്പോഴത്തേക്കും എൻ്റെ അപ്പോയിൻമെൻറ്റ് അവർ ക്യാൻസൽ ചെയ്തു എന്തോ കാരണം കൊണ്ട്. ഞാൻ തിരിച്ച് ബോംബെയിലേക്ക് പോയി. അവിടെ എനിക്കൊരു ജോലി കിട്ടി മൾട്ടിമീഡിയയിൽ. 1 കൊല്ലം ഞാൻ വർക്ക് ചെയ്തു. ആ കൊല്ലത്തിൻ്റെ അവസാനം എനിക്ക് ഫേമസ് സ്റ്റുഡിയോ, വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഒരുപാട് ഹിന്ദി സിനിമകളുടെ ഇന്ത്യൻ സിനിമകളുടെ വലിയ ഒരു ഭാഗം ഫേമസ് സ്റ്റുഡിയോയിലാണ് നടന്നിരുന്നത്. എഡിറ്റിംഗ് ആയാലോ ഷൂട്ടിംഗ് ആയാലോ പ്രോസസ്സിംഗ് ആയാലോ അതെല്ലാം നടന്നിരുന്ന ഒരുപാട് പ്രൊഡ്യൂസർമാരുടെ ഓഫീസുകൾ ഫേമസിലായിരുന്നു. അപ്പം ആ സ്റ്റുഡിയോ എന്നെ അപ്രോച്ച് ചെയ്തു. ഒരു അനിമേഷൻ പടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വെഞ്ചർ ആയിട്ട്. അന്ന് 98 ഞാൻ അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്തു. ആദ്യം എംപ്ലോയി ആയിട്ടാണ് ഞാൻ ചേർന്നത്. പിന്നീട് പാർട്ട്ണറായി ഫേമസ് ഹൗസ് ഓഫ് അനിമേഷൻ എന്ന് പറഞ്ഞൊരു കമ്പനി തുടങ്ങി. അവിടെ ഏകദേശം 200-250ഓളം പരസ്യചിത്രങ്ങളും ഷോർട്ട് ഫിലിംസും ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു 100ഓളം അവാർഡുകളും കിട്ടിയിട്ടുണ്ട് അന്നത്തെ കാലത്ത്. 2009 ഞാൻ സ്റ്റുഡിയോ ഇക്സോറസ് എൻ്റെ സ്വന്തമായിട്ടുള്ള കമ്പനി ഞാനും എൻ്റെ വൈഫുമായിട്ട് തുടങ്ങിയത് ബോംബെയിൽ തന്നെ. അത് 11 വർഷമായി. ഇപ്പോൾ അവിടെയും 200-250ഓളം 200 പടത്തോളം ചെയ്തു കഴിഞ്ഞു. 200-ലധികം അവാർഡുകളും ലഭിച്ചു കഴിഞ്ഞു നമ്മുടെ വർക്കുകൾക്ക്. അപ്പോൾ അത് ഇന്റർനാഷണലി ഇന്ന് സ്റ്റുഡിയോ ഇക്സോറസ് വളരെ ആളുകൾക്ക് ആദരവും റെസ്പെക്റ്റും ഉള്ളൊരു കമ്പനിയാണ്. ഇന്റർനാഷണലി എന്ന് പറയുന്നതിന് ഒരു കാരണമുണ്ട്. അനിമേഷൻ ഇന്നും ഇന്ത്യയിൽ അത് നമ്മുടെ സ്പെഷ്യാലിറ്റിയാണ്. ലൈവ് ആക്ഷൻ മീഡിയത്തിൽ നമ്മൾ വർക്ക് ചെയ്യുന്നെങ്കിലും അനിമേഷനാണ് നമ്മൾ കൂടുതൽ മുൻതൂക്കം കൊടുത്തത്. ഇപ്പോഴും അന്നും എപ്പോഴും അത് തന്നെയാണ്. അനിമേഷനെ കുറച്ച് കൂടുതൽ മുൻതൂക്കം കൊടുത്തത്. അതുകൊണ്ട് തന്നെ അനിമേഷൻ ചിത്രങ്ങൾ വളരെ വ്യത്യസ്തമായിട്ട് ഇന്ത്യയിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പല പല ഫേമസ് ആയിട്ടുള്ള ക്യാമ്പയിൻസ് നമ്മൾ ചെയ്യുന്നത്. ആമറോൺ ബാറ്ററി കമേഴ്ഷ്യൽസ്, ICICI ചിന്താമണി, ആദ്യത്തെ മ്യൂസിക് വീഡിയോ അനിമേറ്റഡ്, ബിന്ദു മ്യൂസിക് വീഡിയോ, അങ്ങനെ ഒരുപാട് ആദ്യത്തെ കാര്യങ്ങൾ നമ്മൾ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അനിമേഷനിൽ. പരസ്യത്തിൽ കൂടിയായിരുന്നു. അത് കാരണം കൂടുതൽ ആളുകൾക്ക് അതിനെ ഫെമിലിയറൈസ് ചെയ്യാനും പറ്റി. അങ്ങനെ ഈ പല പല കാർട്ടൂൺ അല്ലാതെ അനിമേഷനെ കാണാൻ സാധിക്കുന്നതും നമ്മൾ ഒരുപാട് പടങ്ങളിൽ കൂടി കാണിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആയപ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രതിച്ഛായ ഇന്ത്യൻ അനിമേഷന് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങളുടെ സ്റ്റുഡിയോവിനെ കുറച്ചും കൂടി ആളുകൾ പുറത്ത് റെസ്പെക്ട് ചെയ്യുന്നത് ഫിലിം ഫെസ്റ്റിവലൊക്കെ നമ്മൾ പോകുമ്പോഴും കാണാം. അതൊരു വേറൊരു തരം വർക്കിന് ആസ്പദമാക്കിയിട്ടാണ്. അത് തന്നെയാണ് നമ്മുടെ ഒരു സ്ട്രോങ് പോയിന്റ് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഡിസൈൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇപ്പം 2 കമ്പനിയായിട്ട് ഞാൻ 450ഓളം പടങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഓരോ പടവും മറ്റൊരു പടത്തിനെക്കാട്ടിലും വ്യത്യസ്തമാണ്. ഇതാണൊരു വലിയൊരു ഫീച്ചർ നമ്മുടെ വർക്കിനെ വെച്ച് നോക്കുമ്പോൾ. അതായത് ഇത് ഒരേ സ്റ്റൈലിലുള്ള പടങ്ങളല്ല നമ്മൾ ഉണ്ടായിക്കൊണ്ട് വരുന്നത്. പക്ഷെ എല്ലാം വ്യത്യസ്തമായിട്ടുള്ള സ്റ്റൈലുകൾ, വ്യത്യസ്തമായിട്ടുള്ള മീഡിയങ്ങൾ ഉപയോഗിച്ച് ഒന്നില്ലെങ്കിൽ അനിമേഷൻ അല്ലെങ്കിൽ ലൈവ് ആക്ഷൻ അനിമേഷൻ, അങ്ങനെ പല പല കോമ്പിനേഷൻസും രൂപങ്ങളും കൊടുത്താണ് നമ്മൾ പടങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു വേറൊരു സ്ഥലമുണ്ട് ഈ സിനിമ രംഗത്തും. അതിനകത്ത് വേറൊരു സ്ഥാനമാണ് നമ്മുടെ സിനിമകൾക്ക്, നമ്മുടെ പടങ്ങൾക്ക് കിട്ടിയത്. അത് ഈ 20 കൊല്ലത്തെ ഒരു എഫേർട്ടിന്റെ ഒരു ഫലമായിട്ട് തന്നെയാണ്. എന്നും ഈ ഡിസൈൻ പഠനം കാരണം നമുക്ക് ഏത് ഒരു പുതിയ സംരംഭത്തിൽ കയറുമ്പോഴത്തേക്ക് അതിൻ്റെതായിട്ടുള്ള റിസർച്ച് ചെയ്ത് അതിനെപ്പറ്റി കൂടുതൽ പഠിച്ച് അതിനെ കുറച്ചും കൂടി ഫെമിലിയറൈസ് ആയിട്ടാണ് നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നത്. അപ്പൊ അത് തന്നെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ. ഇപ്പൊ ക്ലേ അനിമേഷനിൽ വർക്ക് ചെയ്തു. ക്ലേ അനിമേഷൻ ആദ്യമായിട്ട് നമ്മൾ പുറത്തു കൊണ്ടുവരുമ്പോഴത്തേക്ക് അതെങ്ങനെ ചെയ്യാം, എങ്ങനെയാണ് അതിന്റെ ടെക്നിക്കലായിട്ട് നമുക്ക് ചെയ്യാൻ, ഏതൊക്കെ ടൈപ്പ് ആളുകൾ വേണം ആ ടീമിൽ വരാൻ, അതെല്ലാം നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് പ്ലാൻ ചെയ്ത് അതിന്റെ എറർ എത്രമാത്രം മിസ്റ്റേക്സ് വരാൻ ചാൻസുകളുണ്ട് അതിനെ പറ്റിയിട്ടുള്ള കാൽക്കുലേഷൻ എല്ലാം ചെയ്ത് നമ്മൾ
പഠിക്കും ശരിക്കും ഇതിനെപ്പറ്റി. എല്ലാ സാധനവും ഒരുപാട് പഠിച്ച് എക്സ്പെരിമെന്റ് ചെയ്യും. നമ്മൾ ഫെയിൽ ചെയ്യണതൊക്കെ നമ്മുടെ സ്വന്തമായിട്ടുള്ള എക്സ്പെൻസുകളാണ് നമ്മൾ ഫെയിൽ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വളരെ ബോൾഡായിട്ട് കുറെ ക്ലയൻസിന്റെ അടുത്ത് നമ്മൾ പോയി പറഞ്ഞിട്ടുണ്ട് ഇത് നന്നായിരിക്കും നിങ്ങൾക്ക് ചെയ്യുന്നത്. അപ്പൊ അവർക്കൊക്കെ നമ്മൾ ഇത്രയും കൺവിക്ഷനോടുകൂടി ഇത്രയും വിശ്വാസത്തോടെ നമ്മൾ പറയുമ്പോഴത്തേക്ക് ഒരുപാട് പേര് നമ്മുടെ സജഷൻസ് എടുത്തിട്ടുണ്ട്. ഇന്നും അഡ്വർടൈസിങ് ക്ലയൻസ് എസ്പെഷ്യലി നമ്മുടെയൊക്കെ വരുന്നത് ഒരു സ്റ്റോറി ബോർഡ് കൊണ്ട് ഒരിക്കലും വരാറില്ല, അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് കൊണ്ട് വരാറില്ല, ഒരു ഐഡിയ കൊണ്ടാണ് അവർ കൊണ്ടൊക്കെ വരിക. ഐഡിയ കൊണ്ട് വരും, സുരേഷ് നമുക്കിത് ഡെവലപ്പ് ചെയ്യണം, ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് സുരേഷ് പറയുകയാണെങ്കിൽ നമുക്കത് ചെയ്യാം. അത്രയും ഓപ്പൺ ആയിട്ടാണ് നമ്മുടെയൊക്കെ ആളുകൾ വരുന്നത്. ഇതിനൊരു കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് തുടക്കത്തിൽ ഒരുപാട് പടങ്ങൾ ഈ ഏജൻസികളോ അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകളോ ബ്രാൻഡിന്റെ ആളുകളോ നമ്മൾ പറയും ഇങ്ങനെയാണ് വേണ്ടതെന്ന് പറയുമ്പോൾ നമ്മൾ പറയും വേറൊരു ആംഗിളാണ് അതിന് കറക്റ്റ് എന്ന് പറയും. പക്ഷെ അവർ അത് കാണാത്തത് കൊണ്ടും എക്സ്പീരിയൻസ് ചെയ്യാത്തത് കൊണ്ടും അവർ പറയും അത് വേണ്ട, ഞാൻ പറയുന്നത് ചെയ്താൽ മതി എന്ന്. അപ്പൊ ആ സമയത്തൊക്കെ നമ്മൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ വേറൊരു രൂപം അവർക്ക് ഉണ്ടാക്കി നമ്മുടെ എക്സ്പെൻസിന് ഉണ്ടാക്കി കാണിച്ചു കൊടുത്തു ഇതിങ്ങനെയും ചെയ്യാൻ പറ്റും. അപ്പോൾ അവർ കൺവിൻസ്ഡ് ആയിട്ടുണ്ട്. അങ്ങനെ പല ടൈംസിൽ നമുക്ക് അങ്ങനെ അവരെ പ്രൂവ് ചെയ്ത് നമ്മുടെ സ്വന്തം എഫേർട്ട് എടുത്ത് പ്രൂവ് ചെയ്തിട്ടാണ് നമ്മൾ അവരെ ഇന്ന് നമ്മളെ വിശ്വസിക്കുന്നത്, കണ്ണടച്ച് വിശ്വസിക്കുന്നത്. അപ്പൊ അതിനുള്ള എഫേർട്സ് ചെയ്യാനും അത് ചിലപ്പോൾ ചില സമയത്തൊന്നും അത് ഫലവത്തായിട്ടില്ല, ഫെയിലിയറും ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യങ്ങൾ. അപ്പോൾ അത് അങ്ങനെ നമ്മൾ ഇത്രയും പ്രൊആക്റ്റീവ് ആയിട്ട് നമ്മൾ അവരുടെ പ്രൊജക്റ്റിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് നമ്മളോട് കൂടുതൽ വിശ്വാസമാണ് വരുന്നത്. കാരണം ഇത് ഫൈനലി അവരുടെ പ്രൊജക്റ്റ് ആണെങ്കിൽ നമ്മൾ നമ്മുടെയാണെന്ന് പറഞ്ഞിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ഏറ്റവും ബെസ്റ്റ് ആക്കാനായിട്ടുള്ള മെത്തേഡ് വഴികളാണ് നമ്മൾ ആലോചിച്ചിട്ടിരിക്കുന്നത്. അതിൻ്റെതായിട്ടുള്ള ഒരു പെർസ്യൂട്ടിലാണ് ഇത്രയും രൂപങ്ങൾ ആയിട്ടുള്ള മീഡിയംസ് നമുക്ക് ചെയ്യാൻ പറ്റിയത്. കാരണം ഈ കഥയ്ക്കോ അല്ലെങ്കിൽ ഈ മെസ്സേജിനോ പറ്റിയ ഒരു രൂപം എന്താണ്, അതിന്റെ എന്താണ് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ്, വരച്ച് ചെയ്യണോ അതോ ആളുകളെ ഷൂട്ട് ചെയ്ത് ഒരു ഫിലിം ഉണ്ടാക്കണോ, എങ്ങനെയാണ് അതിന്റെ ശരിക്കുള്ള രൂപഭാവന നമ്മൾ കൊണ്ടുവരുന്നത്, ആ ഒരു അതാലോചിച്ച് അതിനെപ്പറ്റി പഠിച്ചും അതിനെപ്പറ്റി കൂടുതൽ ഡീപ്പായിട്ട് പോയാണ് നമ്മൾ ഈ പുതിയ സാങ്കേതിക ടെക്നോളജിയും എല്ലാം നമ്മൾ കണ്ടുപിടിച്ചു കൊണ്ടിരുന്നത്, പുതിയ മെത്തേഡ്സ് കൊണ്ടിരുന്നത്. അത് പോപ്പുലർ ആവും, ആളുകൾ കുറെ പേര് അത് കോപ്പി അടിക്കും, അപ്പൊ അതൊരു നോർമൽ ആയിട്ടുള്ള ഒരു സാധനമായി മാറും. അങ്ങനെ കുറെ സാധനങ്ങൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതേമാതിരി അപ്പൊ നമുക്ക് കൂടുതൽ പഠിക്കാൻ വേണ്ടി നമ്മൾ എന്നും ഇപ്പോഴും നമ്മുടേതായിട്ടുള്ള ഷോർട്ട് ഫിലിംസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ കമേഴ്ഷ്യൽ ആയിട്ടുള്ള നമുക്ക് വരുമാനം കൊണ്ടിരുന്ന ഒരുപാട് പ്രൊജക്ടുകളുണ്ട്. പക്ഷെ അതുകൂടാതെ ഈ വരുമാനങ്ങളൊക്കെ ഇട്ടുകൊണ്ട് നമ്മൾ തന്നെ സ്വന്തമായിട്ടുള്ള പ്രൊജക്ടുകൾ നമ്മൾ എന്നും ചെയ്തുകൊണ്ടിരിക്കും. ഇതോടെയാണ് നമ്മൾ കൂടുതൽ പഠിക്കുന്നത്, ഇവിടെയാണ് നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ സമയവും നമ്മുടെ എനർജിയും അതിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് കൊണ്ടുവരാനായിട്ടുള്ള ശ്രമത്തിലാണ്. അതുകൊണ്ടാണ് ഈ ടോക്രി എന്ന് പറഞ്ഞ പടം, ടോക്രി എന്ന് പറഞ്ഞ ബാസ്കറ്റ് കൊട്ട, ഈ പടം നമുക്ക് 8 കൊല്ലം കൊടുത്താണ് നമ്മൾ ചെയ്തത്. അതായത് എപ്പോഴും വരുമാനമുള്ള പ്രൊജക്ട് വരുമ്പോൾ നമ്മൾ ഇതിനെ സൈഡിൽ മാറ്റി വയ്ക്കും, വരുമാനമുള്ള പ്രൊജക്ട് ചെയ്തിട്ട് ഇതിലേക്ക് കടക്കും. അങ്ങനെ ചെയ്താണ് നമ്മൾ ഇതെല്ലാം ചെയ്തത്. ഇതിനു മുമ്പ് വിഷവുമൺ ആൻഡ് ടുക്ടുക് എന്ന പടം ചെയ്തു. അതിന് ആദ്യത്തെ രാഷ്ട്രപതി അവാർഡ് കിട്ടിയത്, നാഷണൽ അവാർഡ് കിട്ടിയത് 2016. ഈ രണ്ടാമത്തെ നാഷണൽ അവാർഡ് കിട്ടിയത് ടോക്രിക്കും. ഇതിന് ആ പടത്തിന് 6 കൊല്ലം കൊടുത്തു ചെയ്യാനായിട്ട്. വിഷവുമൺ ആൻഡ് ടുക്ടുക് എന്ന് പറഞ്ഞ ഒരു മുക്കുവ സ്ത്രീക്ക്, മീൻകാരിയായിട്ടൊരു സ്ത്രീക്ക് ഓട്ടോറിക്ഷ മേടിച്ച് ലോകം കാണണം എന്നുള്ളൊരു ആശ, ഈ ആസ്പെക്ടിനെ ഉപയോഗിച്ചിട്ടാണ് ആ പടം ചെയ്തത്. ടോക്രി ആണെങ്കിലും ഒരു റിയൽ ആയിട്ടുള്ള ഒരു ലൈഫ് എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കഥയാണ്. അപ്പൊ ഇതെല്ലാം ചെയ്ത് തീർക്കാനായിട്ടുള്ള ഒരുപാട് ടെക്നോളജി ആയിട്ടും ഒക്കെ ഭയങ്കര ടഫായിട്ടൊരു എക്സസൈസാണ്. കുറെ പേരൊക്കെ തുടങ്ങുമ്പോൾ തന്നെ അവർ നിർത്തി പോകുന്ന ഒരു സംഭവമാണ്. നമ്മൾ എന്തുകൊണ്ടോ ഇങ്ങനത്തെ ഈ സംരംഭങ്ങൾ നമ്മൾ മുന്നോട്ട് കയറ്റി കൊണ്ടുപോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് അവാർഡിന് വേണ്ടിയിട്ടല്ല, ഇത് നമുക്ക് കൂടുതൽ പഠിക്കാനും ഇതിനെ കുറച്ച് പോപ്പുലറൈസ് ചെയ്യാനും കുറെ പേരും കൂടി ആനിമേഷൻ ഫിലിം മേക്കിങ്ങിനെ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ഉൾക്കൊള്ളാനും കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം അത്രയധികം ആളുകൾ സിനിമ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് ഇറങ്ങിയാലേ ഇവിടുത്തെ അനിമേഷൻ ഇൻഡസ്ട്രിയും ബെറ്റർ ആവുള്ളൂ. ഇല്ലെങ്കിൽ അനിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു IT മാതിരി തന്നെ നമ്മൾ പുറത്തുള്ളവരെ ചിന്തിച്ച് നല്ല ഐഡിയാസ് ഇവിടെ കൊണ്ട് കൊടുക്കുന്നു, ഇവിടെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നു. അങ്ങനത്തെ ഒരു കോൺട്രാക്ച്വൽ ബേസിസിലുള്ള ഒരു പ്രോസസ്സിംഗ് ആണ് അനിമേഷനെ കൂടുതൽ ആളുകൾ മനസ്സിലാക്കുന്നത്. എന്നാൽ അനിമേഷൻ ഒരു
കഥ പറയാനുള്ള ഒരു മാധ്യമമാണ്, ഒരു വളരെ എഫക്റ്റീവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മാധ്യമമാണ് അനിമേഷൻ എന്നുള്ളതാണ് എൻ്റെ ഒരു ഞാൻ എപ്പോഴും പിടിവാശി പിടിക്കുന്ന ഒരു കാര്യം. അനിമേഷൻ ഒരു ടെക്നോളജി ആയിരിക്കാം, ടെക്നിക്ക് ആയിരിക്കാം, പക്ഷെ അതിൽ കൂടുതൽ അതിന്റെ ശക്തി കഥ പറയാനുള്ള ഒരു ശേഷിയാണ്. അത് നമ്മൾ വളരെ കുറച്ച് പേരെ ഇന്ത്യയിൽ ചെയ്യുന്നുള്ളൂ, ആ ശേഷി ഉപയോഗിക്കുന്നുള്ളൂ. അപ്പൊ അത് കൂടുതൽ ആളുകൾക്ക് പരത്തണം എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടാണ് നമ്മളിങ്ങനെ ഈ ഷോർട്ട് ഫിലിംസ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ടോക്രി ഇപ്പൊ റിലീസ് ചെയ്തു. ഒരു ഷോർട്ട് ഓഫ് ദ വീക്ക് എന്ന് പറഞ്ഞ ഒരു അമേരിക്കൻ ഇവരാണ് സെലക്ട് ചെയ്തത്. ആദ്യത്തെ ഇന്ത്യൻ പടമാണ് അതിൽ സെലക്ട് ആവുന്നത്. മാത്രമല്ല 2015 നമ്മൾ ചെയ്ത റോട്ടറിക്ക് വേണ്ടി ഒരു ഫേറ്റ് ലൈൻ എന്ന് പറഞ്ഞൊരു പടം ചെയ്തു. ആ പടത്തിന് അനസി ക്രിസ്റ്റൽ, അനസി എന്ന് പറഞ്ഞാൽ അവിടെ നടക്കുന്ന ഒരു അനിമേഷൻ ഫെസ്റ്റിവൽ, ലോകത്തിലെ ഏറ്റവും വലിയ അനിമേഷൻ ഫെസ്റ്റിവലാണ്. 60-65 കൊല്ലങ്ങളായിട്ട് നടക്കുന്ന ഒരു ഫെസ്റ്റിവലാണ്. ഇതുവരെ ഇന്ത്യയിലെ ഒരു പടങ്ങൾക്കും അവിടെ അവാർഡ് കിട്ടിയിട്ടില്ല. അത് നമ്മുടെ പടത്തിനാണ് ആദ്യമായിട്ട് 2015 അവാർഡ് കിട്ടുന്നത്. അനസി ക്രിസ്റ്റൽ എന്ന് പറഞ്ഞത് അത് ഓസ്കറിന് തുല്യം അനിമേഷൻ സംബന്ധിച്ച് നോക്കുമ്പോൾ. അത്ര വെറൈറ്റി ആയിട്ടുള്ള ഫിലിംസും ഫിലിം മേക്കേഴ്സും എല്ലാവരും വരുന്ന ഒരു സ്ഥലമാണ് അത്. ഒരു വലിയൊരു വഴിത്തിരിവായി നമുക്ക്. അത് അവിടെ ചെയ്തതോടെ ഇന്ത്യയിൽ ഒരുപാട് ഇന്റർനാഷണൽ ഫിലിം മേക്കേഴ്സും ഇന്ത്യൻ അനിമേഷൻ ഇങ്ങനത്തെ ഒരു സൈഡും കൂടി ഉണ്ടെന്ന് ആദ്യമായിട്ട് അറിയണേ. ഇവർക്ക് കഥ പറയാനും അറിയാം എന്നുള്ളൊരു കാര്യത്തിൽ നമ്മളോട് നേരെ പറഞ്ഞ ആളുകളുണ്ട് കുറെ പേര്. വി നെവർ ന്യൂ ദാറ്റ് animation people do animation films in India എന്ന് പറഞ്ഞ് നേരെ പറഞ്ഞ ആളുകൾ ഒരുപാടുണ്ട്. സോ ദാറ്റ് ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ മൂവ്മെന്റ്സ് കൊണ്ട് നമ്മൾ ഒരു വലിയൊരു മൂവ്മെന്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. കാരണം യങ്ങർ ആയിട്ടുള്ള കുറെ അനിമേഷൻ ആളുകൾ ഇന്ന് കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് അവർ സ്വന്തമായിട്ട് പടങ്ങൾ ചെയ്യുന്നു. സ്വന്തമായിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്ത് അവരുടെ സമയം പൈസ ഇൻവെസ്റ്റ് ചെയ്ത് അവർക്ക് ഇഷ്ടപ്പെടുന്ന സബ്ജക്ട്സിൽ ഫിലിം ഉണ്ടാക്കുന്നു. ഇതെല്ലാം തിരിച്ച് ഇതൊരു വലിയൊരു റെവല്യൂഷൻ ആയിട്ട് മാറും. അപ്പൊ അതിന്റെ ഒരു ഇപ്പോഴത്തെ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഇറ്റ്സ് നോ മോർ ലൈക്ക് തിയേറ്ററിൽ മാത്രമൊന്നുമല്ല, അല്ലെങ്കിൽ TV മാത്രമല്ല, എത്രയോ പ്ലാറ്റ്ഫോം ഉണ്ട് ഇപ്പോൾ പടങ്ങൾ റിലീസ് ചെയ്യാനായിട്ട്. അപ്പൊ അത് വളരെ വളരെ പോസിറ്റീവ് ചേഞ്ച് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അനിമേഷൻ ചിത്രങ്ങൾ സംവിധാനം ചെയ്യാനും ഉണ്ടാക്കാനും ഉള്ള ഒരു രസകരമായിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, അനിമേഷനിലെ എല്ലാ ആസ്പെക്ട്സും നമ്മുടെ കൺട്രോളിലാണ്. ഒരു ഫിലിം മേക്കറുടെ കൺട്രോളിലുള്ള ആക്ടർ ഇപ്പൊ നമ്മൾ ശരിക്കും ഒരു ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം, ഞാൻ ഷൂട്ടും ചെയ്യുന്നുണ്ട്. അപ്പൊ ഷൂട്ട് ചെയ്യുമ്പോൾ പടങ്ങളിലുള്ള വ്യത്യാസവും അനിമേഷൻ പടങ്ങൾ ചെയ്യുന്നതിലുള്ള വ്യത്യാസവും ഭയങ്കര ഭീകരമാണ്. കാരണം അനിമേഷനിലെ ക്യാരക്ടർ അഭിനേതാക്കളെല്ലാം നമ്മൾ വരച്ചോ ഉണ്ടാക്കുന്ന ക്യാരക്ടറാണ്. അവരുടെ അഭിനയം നമ്മൾ തീരുമാനിക്കുന്ന അഭിനയമാണ്. അനിമേഷൻ ചിത്രങ്ങളിലെ ക്യാമറ മുതൽ ലൈറ്റിങ് മുതൽ എഡിറ്റിംഗ് വരെ നമ്മൾ പടം ഉണ്ടാക്കുന്നതിന് മുമ്പ് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. എന്നാൽ ലൈവ് ആക്ഷനിൽ നേരെ മറിച്ചാണ്. നമ്മൾ എങ്ങനെ വേണമെങ്കിലും ഷൂട്ട് ചെയ്യാം, അവസാനം എഡിറ്റിംഗ് ടേബിളിൽ നമുക്ക് അതിനെ പടമാക്കാൻ പറ്റും. ഇനി അതിനും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് VFX ഉപയോഗിച്ച് അതിന് പല സാധനങ്ങളും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. പക്ഷെ അനിമേഷനിൽ നമ്മൾ ഇപ്പോൾ ഷൂട്ടിങ്ങിന്റെ റേഷ്യോ തന്നെ പറയുകയാണെങ്കിൽ ലൈവ് ആക്ഷനിൽ ചിലപ്പോൾ 30:1 നമ്മൾ 30 മണിക്കൂർ ഷൂട്ട് ചെയ്തിട്ടൊക്കെ ആയിരിക്കും നമുക്ക് 1 മിനിറ്റ് സംഭവം വരെ ചിലപ്പോൾ കിട്ടുന്നത്. അത്രയധികം ഷൂട്ട് ചെയ്താൽ ഫുട്ടേജ് എടുത്തിട്ടായിരിക്കും നമ്മൾ 1 മിനിറ്റോ 2 മിനിറ്റിന്റെ പടം ഉണ്ടാക്കുന്നത് ചിലപ്പോൾ. കാരണം അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ടേക്കുകൾ നോക്കുന്നു, കറക്റ്റ് ആയിട്ടുള്ള ലൈറ്റ്, പെർഫോമൻസ്, ടൈമിങ് എല്ലാം നോക്കി വരുമ്പോഴത്തേക്ക് ഒരുപാട് ആ ഒരു റേഷ്യോയിൽ ഷൂട്ട് ചെയ്യുന്നത്. എന്നാൽ അനിമേഷൻ നമ്മൾ ചെയ്യുന്നത് 1:1 റേഷ്യോയിലാണ്. 1 മിനിറ്റിന്റെ പടം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ 1 മിനിറ്റിന്റെ ഫുട്ടേജ് നമ്മൾ തയ്യാറാക്കുന്നത്. അത് അത്രയധികം പ്ലാനിങ് വെച്ചിട്ടാണ്. നമ്മൾ എഡിറ്റിംഗ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്, എന്താണ് ട്രാൻസിഷൻ, ഒരു സീനിൽ നിന്ന് വേറൊരു സീനിലേക്ക് ട്രാൻസിഷൻ, ഇതെല്ലാം നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ തുടങ്ങുന്നത് തന്നെ. അപ്പം എനിക്ക് ലൈവ് ആക്ഷൻ പടം ഷൂട്ട് ചെയ്യാൻ എനിക്ക് വളരെ എളുപ്പമായിരുന്നു. കാരണം എനിക്ക് അത്ര പ്ലാനിങ് ഉണ്ട്. സ്റ്റോറി ബോർഡ് ഞാൻ തന്നെ വരച്ചുണ്ടാക്കും. എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത്, എവിടെയാണ് ക്യാരക്ടറിന്റെ എൻട്രി, എവിടെയാണ് മീറ്റിംഗ് പോയിന്റ്, എത്ര ടൈം എടുക്കും, ഇതെല്ലാം നമ്മൾ പ്ലാൻ ചെയ്യും. അപ്പൊ നമ്മുടെ ഷൂട്ടിംഗ് വളരെ പെട്ടെന്ന് കഴിയുകയും ചെയ്യും. കാരണം നമ്മുടെ പ്ലാനിങ് അത്ര ക്ലിയർ ആണ്. എസ്പെഷ്യലി അഡ്വർടൈസിംഗ് ഫിലിംസിന്റെ സ്റ്റോറി ബോർഡ് ക്ലിയർ ആണെങ്കിൽ എല്ലാവരും ഉണ്ടാകും. നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആരും അതിനെപ്പറ്റി സംശയിക്കില്ല. കാരണം അതിന്റെ ഒരുപാട് ക്ലയന്റ് ഉണ്ട്, ഏജൻസി ഉണ്ട്, എല്ലാവർക്കും അഭിപ്രായമുണ്ട് നമ്മൾ അഡ്വർടൈസിംഗ് ഷൂട്ട് ചെയ്യുമ്പോൾ. കാരണം അതിന്റെ വില വളരെ കൂടുതലാണ്. അത് ഒരു പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ അതിനെ ക്ലിയർ ആക്കാനായിട്ട് സ്റ്റോറി ബോർഡ് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണെങ്കിൽ എല്ലാവർക്കും സന്തോഷമായി.
അത് ആനിമേഷനിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സ്റ്റേജാണ്. അനിമേഷൻ ചിത്രങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിന് ഏറ്റവും കൂടുതൽ ആവശ്യം നമ്മൾ ക്ഷമയാണ്. ക്ഷമ ഇല്ലാത്തവർ ഈ ഫീൽഡിലേക്ക് കയറരുത്. ക്ഷമിക്കാൻ ഒരു ഒരു കോഴ്സ് 1 കൊല്ലം കൊണ്ടോ 2 കൊല്ലം കൊണ്ടോ പഠിച്ചുകൊണ്ട് നമുക്ക് അനിമേഷൻ ചിത്രങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല. നമുക്ക് അനിമേഷൻ ചിത്രങ്ങളെ പറ്റി മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ബേസിക് നോളജ് ആ സമയം കൊണ്ട് കിട്ടുന്നുള്ളൂ. 5 കൊല്ലം കഴിഞ്ഞ് ഞാൻ NID നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ ഒരു അനിമേഷൻ ചിത്രം ചെയ്യാനായിട്ടുള്ള ധൈര്യമുണ്ട്, പക്ഷെ അതിന്റെ കംപ്ലീറ്റ് ആയിട്ട് കഴിവ് നമുക്കില്ല. ഒരു 10 കൊല്ലം കഴിഞ്ഞ് ഞാൻ വർക്ക് ചെയ്താൽ എനിക്കൊരു നല്ല പടം ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ക്ഷമയും പരിശ്രമവും റെഡിയാണെങ്കിൽ മാത്രമേ ഈ രംഗത്തേക്ക് കയറാൻ പാടുള്ളൂ. ഇതൊരു ക്വിക്ക് മണി സ്പിന്നിങ് സോഫ്റ്റ്വെയർ ലേണിംഗ് ആയിട്ടുള്ളൊരു സംരംഭമല്ല. ഒരു സോഫ്റ്റ്വെയർ പഠിച്ചുകൊണ്ട് അനിമേഷൻ ഫിലിം ഉണ്ടാക്കാൻ പറ്റില്ല. അതാണ് ഏറ്റവും വലിയൊരു കൺഫ്യൂഷൻ നമ്മുടെ നാട്ടിലുള്ളത്. അതൊരു സോഫ്റ്റ്വെയർ പഠിച്ചാൽ അല്ലെങ്കിൽ 2 സോഫ്റ്റ്വെയർ പഠിച്ചാൽ അനിമേഷനിൽ കയറാൻ പറ്റുന്നുള്ളത് അത് തീരെ തെറ്റായിട്ടുള്ളൊരു ഇതാണ്. ഒരു അനിമേഷൻ ഫീൽഡ് പിടിച്ചു നിൽക്കണമെങ്കിൽ നമുക്ക് അനിമേഷൻ ഫിലിം മേക്കിങ്ങിനെ കൂടുതൽ ഡീപ്പായിട്ട് പഠിക്കേണ്ട ആവശ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പഠിത്തത്തിലേക്ക് കൂടുതൽ സമയം, പ്രാക്ടീസ്, പരിശീലനത്തിൽ കൂടുതൽ ടൈം റെഗുലറായിട്ട് പരിശീലിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് അനിമേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപാട് നല്ല അനിമേറ്റേഴ്സ് ഉണ്ട് ഇന്ത്യയിൽ, അത് തന്നെ ഡെവലപ്പ് ചെയ്ത ആളുകളുണ്ട്. പക്ഷെ കോഴ്സ് നമ്മൾ ശ്രദ്ധിച്ച് എടുക്കേണ്ടി വരും. ഏത് കോഴ്സാണ് നമ്മൾ എടുക്കുന്നതെന്ന് വളരെ വളരെ ശ്രദ്ധിച്ച് എടുക്കണം. ഒരുപാട് ആവശ്യമില്ലാത്ത കോഴ്സുകളുണ്ട്, ശരിക്ക് പഠിപ്പിക്കാത്ത കോഴ്സുകളുണ്ട്, ടെക്നിക്കൽ കോഴ്സുകളുണ്ട്. ഇതൊന്നും പഠിച്ചിട്ട് കാര്യമില്ല. അതിൻ്റെ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ളൊരു പഠനം അത്യാവശ്യമാണ്. അപ്പോൾ അത് വളരെ ശ്രദ്ധയോടുകൂടി നോക്കിക്കണ്ടേ കോഴ്സ് എടുക്കാൻ പാടില്ല. ഏത് കോഴ്സിനും ചാടി കയറി എടുക്കാൻ പാടില്ല. ഇത് ആണ് എനിക്ക് പറയാനുള്ളൊരു മെസ്സേജ്. കാരണം ഒരുപാട് പേര് ഓരോ ഈ ചെറിയ ചെറിയ കോഴ്സുകൾ കയറിയിട്ട് എന്നിട്ട് ഒന്നും അറിയാതെ തിരിച്ച് വേറെ എന്തെങ്കിലും ഒരു ജോലിക്ക് പോകുന്ന പ്രവണത ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് പൈസ ആ കോഴ്സിൽ കളഞ്ഞിട്ട് കാരണം ഒന്നും പഠിക്കില്ല, നമുക്ക് കോൺഫിഡൻസ് ഇല്ല, അറിവില്ല, പിന്നെ നമ്മളെങ്ങനെ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഞാൻ നമ്മുടെ അവിടെ ഒരു ഇൻക്യുബേഷൻ പ്രോജക്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. 1-2 സ്റ്റുഡൻസ് വളരെ സ്കിൽഡും വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളെ നമ്മളൊരു 9-1 കൊല്ലം വരെ നമ്മുടെ സ്റ്റുഡിയോയിൽ തന്നെ നിർത്തി അവർക്കൊരു സ്റ്റൈപ്പൻഡ് അവരുടെ ചെലവുകളൊക്കെ കഴിച്ച് കൊടുത്ത് നമ്മളൊരു പടം പ്രൊഡ്യൂസ് ചെയ്യിക്കുക. അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കും. അതിന് അവർക്ക് നല്ല സ്കില്ലുകളും നല്ല പഠനവും ആവശ്യമാണ്. തീരെ ബേസിക് ആയിട്ടുള്ള നോളജ് ഉള്ളവർ വന്നിട്ട് കാര്യമില്ല. കാരണം നമുക്ക് നമ്മുടെ ഒബ്ജക്റ്റീവ് അവരെ ഹയർ സ്റ്റഡീസിന് ഒരു പടം അവരെ കൊണ്ട് ചെയ്യിക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ അവർക്ക് കോൺഫിഡൻസ് കിട്ടും, പടം ചെയ്യാനുള്ള കോൺഫിഡൻസ്. പുറത്തുപോയി കൂടുതൽ പടങ്ങൾ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ അവർക്ക് ഉണ്ടാകും. അതാണ് ഇതിൻ്റെ ഉദ്ദേശം. അത് ആർക്കും അപ്ലൈ ചെയ്യാം. പക്ഷെ നമ്മുടെ ക്രൈറ്റീരിയ വളരെ സ്കിൽഡായിട്ടും വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളെ മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. ഓൾമോസ്റ്റ് 30 കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ 2 മാസം, നാട്ടിൽ 2 മാസം നിൽക്കുന്നത് ഞാൻ തുടർച്ചയായിട്ട്. ഒരുപാട് ചേഞ്ചുകൾ വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇപ്പോഴും ഒരുപാട് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ അതൊക്കെ അബ്സോർബ് ചെയ്യാനും അതൊക്കെ കണ്ട് എത്താനും വളരെ കുറച്ചു പേർക്കേ പറ്റുന്നുള്ളൂ. അന്നത്തെ കാലത്ത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇവിടെയൊക്കെ വരച്ചും പാടി നടന്നിരുന്നപ്പോൾ നമുക്ക് അറിയില്ലായിരുന്നു. ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ഹാബിറ്റായിട്ടാണ്, അങ്ങനെ പോയതാണ്. പക്ഷെ ഒരുപാട് ഇൻസ്പിറേഷനും നമ്മളൊരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ കാണുകയാണെങ്കിൽ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സാധനങ്ങളും എടുക്കാനായിട്ട് നമുക്ക് കലാപരമായിട്ടും അല്ലാതെ ഭാവന രൂപമായിട്ടും ഒക്കെ നമുക്ക് ഇൻസ്പിറേഷൻ തരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഇൻകൾക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. മാത്രമല്ല ഒരു മോട്ടിവേഷൻ നമുക്ക് വേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ്. നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു മോട്ടിവേഷൻ, അത് ആ ഒരു ഫയറാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം. ഞാൻ എസ്പെഷ്യലി യങ് ആയിട്ടുള്ള ആളോട് പറയുന്നത്, നമ്മുടെ നാട്ടിലുള്ള ആളോട് പറയുന്നത് ആ ഒരു സംഭവമാണ്. നമ്മൾ ഒരാൾ മതി കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാനായിട്ട്. നമുക്ക് ഇവിടെ ഒന്നും ശരിയാവില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഞാൻ ഒരുപാട് കേട്ടും കണ്ടും ഇരിക്കുകയാണ്. ഞാനിപ്പോൾ അത്
പണ്ട് നമ്മൾ ഇവിടെ വളർന്ന കാലത്തും കേട്ടിട്ടുണ്ട്, ഓ ഇവിടെ ഒന്നും നേരെയാകാൻ പോകുന്നില്ല, നമ്മുടെ നാട്ടിൽ ഇത് ഇങ്ങനെ തന്നെയാണ്. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഒരാൾ മതി ഇത് മാറ്റാനായിട്ട്. നമ്മൾ മാത്രമായിട്ട് ചിന്തിക്കുകയാണെങ്കിലും, നമ്മൾ അതിന് വേണ്ടിയിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിലും നമ്മളെ കൊണ്ട് ചെറിയൊരു അംശം നമുക്ക് മാറ്റാൻ പറ്റും, ഏത് രീതിയിലാണെങ്കിലും. അതുകൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും, പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് നമുക്ക് സൊസൈറ്റിയിൽ കൊണ്ടുവരാൻ പറ്റും. ആ ഒരു വിശ്വാസം നമുക്ക് എല്ലാവർക്കും വേണം. എസ്പെഷ്യലി യങ് ജനറേഷൻ അത് വളരെ അത്യാവശ്യമായിട്ട് വേണ്ടതാണ്. അവര് നമ്മുടെ എൻവയോൺമെന്റിനെ പറ്റി ഗിവ് അപ്പ് ചെയ്യരുത്. കാരണം ഒരുപാട് ചേഞ്ച് ചെയ്യാൻ പറ്റും അവരെ കൊണ്ട്. വളരെ സ്ലോ ആയിട്ടാണ് മൂവ്മെന്റ്, എന്നാൽ തന്നെ ഭയങ്കര ഹൈ പൊട്ടൻഷ്യൽ നമ്മുടെ ആളുകൾക്ക്, ഇവിടെ ഉള്ള ആളുകൾക്ക് പൊട്ടൻഷ്യൽ ഭയങ്കര ഹൈ ആണ്. എസ്പെഷ്യലി അതിന്റെ ഒരു വളർച്ചയും അതിന്റെ ഒരു ശക്തി നമ്മൾ കാണുന്നത് നമ്മളൊക്കെ പുറത്തു പോയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന്റെ നമ്മുടെ ശക്തി നമുക്ക് മനസ്സിലാകുന്നത്. എന്തുമാത്രം നമുക്ക് നമ്മുടെ ഗ്രോയിങ് അപ്പ്, നമ്മുടെ ആ വർഷങ്ങൾ, ഇവിടെ വളർന്ന വർഷങ്ങൾ നമുക്ക് എന്തുമാത്രം ശക്തി നമുക്ക് തന്നിട്ടുണ്ട്, എന്തുമാത്രം ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് മനസ്സിലാവുന്ന പുറത്തു പോയിട്ടാണ്. ഞാൻ തന്നെ ഇടയ്ക്ക് ആലോചിക്കും, ഇതൊക്കെ നമുക്ക് ഇവിടെ തന്നെ അന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ഫലിപ്പിക്കാൻ പറ്റുമായിരുന്നു, നമുക്ക് ഇവിടെ തന്നെ കുറെ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുമായിരുന്നു. പക്ഷെ എനിക്കത് മാത്രമേ പറയാനുള്ളൂ. നമ്മുടെ കാണുന്ന വളരെ യങ് ആയിട്ടുള്ള പ്രേക്ഷകരോട് ഇത് മാത്രമേ പറയാനുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് ഇവിടെ. അത് കണ്ടുപിടിച്ച് നമുക്ക് വേറൊരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നമ്മൾ തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച വ്യത്യാസം നമുക്ക് തന്നെ കൊണ്ടുവരാൻ പറ്റും നമ്മുടെ സൊസൈറ്റിയിൽ. അതാണ് എനിക്കൊരു കൊടുക്കാനുള്ള ഒരേ ഒരു മെസ്സേജ്. പഠിക്കാനും നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ തന്നെ ചെയ്യാൻ പറ്റും. ഇത് തന്നെ നമുക്ക് കർമ്മഭൂമിയായിട്ട് മാറ്റാൻ പറ്റും. പക്ഷെ അതിനൊരു എഫേർട്ട് ഉണ്ട്, വേറൊരു തരം എഫേർട്ട് നമുക്ക് ചെയ്യേണ്ടി വരും. അതിന് റെഡിയായിരിക്കാം. ഇത്രയും നേരം എൻ്റെ ഈ തള്ളടിയും സംസാരവും കേട്ടതിൽ വളരെ വളരെ നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു എവരിവൺ.